ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും പ്രതീക്ഷയോട് കണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു രേണുസുതി അല്ലേ. രേണുസുതിയെ എല്ലാവർക്കും അറിയായിരുന്നു. ഇവിടെ പുറത്ത് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു രേണുസുതി. രേണുസുതി വന്നു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു നമ്മൾ കാത്തിരുന്നത്. സത്യം പറഞ്ഞ് രേണുസുതി അകത്ത് കയറിയപ്പം ഇന്ന് ആരെങ്കിലും രേണുസുതിയെ കണ്ടായിരുന്നോ? നമ്മൾ എപ്പിസോഡിലായാലും ഒരിടത്തും രേണുസുതിയെ കാണുന്നില്ലായിരുന്നു. അക്ബർ രേണുസുതിക്കെതിരെ പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല അല്ലേ. ആ ദിവസങ്ങളിൽ മാത്രം രേണുസുതി അതിൽ പിടിച്ച് കയറാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പായി കഴിഞ്ഞപ്പം രേണുസുതി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ മോൻ എന്ത് സംഭവിക്കും. അതുപോലെ ചില സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇറക്കാൻ ശ്രമിച്ചു. അതൊന്നും വിലപ്പോയില്ല. കാരണം കൊല്ലം സുധിയെ പറ്റി പറഞ്ഞു, എൻ്റെ സുധിച്ചേട്ടനെ പറ്റി പറയുന്നു, അതുപോലെ എൻ്റെ മക്കളെ പറ്റി പറയുന്നു, എൻ്റെ കിച്ചുമോനെ പറ്റി പറയുന്നു. അതൊക്കെ നമുക്കറിയാം അത് ഒറിജിനൽ അല്ല, ഇത് ഫേക്കായിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് കൃത്യമായിട്ട്. ബിഗ് ബോസിലെ മിക്കവാറും ഫേക്കായിട്ടുണ്ടാക്കുന്ന, പക്ഷേ രേണുസുതി പറയുമ്പം അത് കൃത്യമായിട്ട് ഫേക്കാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നു എന്നുള്ള. അതൊന്നും മുന്നോട്ട് പോകാൻ വലിയ പാടാണ്. പിന്നെ രേണുസുതിക്ക് എന്ത് ചെയ്യാം? ഗെയിമിലൊക്കെ എനിക്ക് തോന്നുന്നു ടാസ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന നിലവാരമാണ് പുലർത്തുന്നത്. ഈ ജയിൽ ടാസ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് രേണുസുതി ചെന്നൊരു വീഴുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കഷ്ടം തോന്നി. ഈ സ്ത്രീയാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം കൂടി ഇത്രയും ആക്രമിച്ചതെന്ന് തോന്നിപ്പോയി. വളരെയധികം കഷ്ടമാണ്. ദയനീയമായ പ്രകടനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ ഗ്രൂപ്പിലും ചെന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക, യാതൊരു കണ്ടന്റും കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് പറഞ്ഞത്. രേണുസുതിക്ക് ഇവിടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വേദി തന്നെ എനിക്ക് തോന്നുന്നു പറ്റില്ല എന്ന്. അവരിങ്ങനെ പോകാനാണെങ്കിൽ ഒരു കാരണവശാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഓരോ മത്സരാർത്ഥിയെ പറ്റി നമുക്കൊരു പ്രതീക്ഷയുണ്ട് അല്ലേ. അത് രേണുസുതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെയുള്ളൊരു സങ്കല്പമുണ്ട്. ഏതൊരു കാര്യത്തിനും പൊട്ടിത്തെറിക്കുന്ന രേണുസുതി. അത് പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ പ്രേക്ഷകർ ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുസുതി ഈ ബിഗ് ബോസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും കാണാനില്ല. ഏതെങ്കിലും ടാസ്കോ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കാണുമ്പോൾ മാത്രമേ രേണുസുതിയെ കാണുന്നുള്ളൂ. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊന്നും രേണുസുതിയുടെ സാന്നിധ്യം പോലും ഇല്ല. നമ്മൾ നോക്കുമ്പോഴെല്ലാം രേണുസുതി എവിടെയെങ്കിലും മാറിയിരിക്കുന്നത് കാണാം. ക്യാമറ കണ്ണുകൾ രേണുസുതിയെ നോക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പം പ്രത്യേകിച്ചൊന്നും സെൻറ്റിമെൻറ്റ്സ് പറയാനില്ല. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. ടാസ്കിൽ നേരെ കളിക്കാൻ പറ്റുന്നില്ല, കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു വല്ലാത്ത പരാജയമായിട്ട് രേണുസുതി മാറുന്നു. വളരെ പ്രതീക്ഷയോട് നമ്മൾ നോക്കിക്കണ്ട രേണുസുതി എന്ന് പറഞ്ഞ മത്സരാർത്ഥി തികഞ്ഞ പരാജയമാകുന്നതാണ് കുറച്ച് ദിവസമായിട്ട് കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നായിയായ പാവം ഇത് തന്നെയാണ്, വെറും പാവമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടന്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അതുപോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയൊക്കെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. തായിയായൊരു പാവം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ വഴക്കിനും മക്കാണത്തിനും ഒന്നും പോകാത്തൊരു പ്രകൃതമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതെല്ലാം ആരോ പറഞ്ഞ് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് പുറത്ത് നമ്മൾ കണ്ടതെന്ന് തോന്നുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കി അതിലൂടെ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമോ എന്നുള്ളത് നോക്കി അത് ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്യുന്നു. ബിഗ് ബോസിനെ പോലുള്ള ഒരു വേദിയിൽ അവർ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു കാരണവശാലും അവരെ വിളിക്കത്തില്ലല്ലോ. ഇപ്പം വിളിച്ച് അകത്ത് കയറി കഴിഞ്ഞ് ഈ 10 ദിവസം കഴിയുമ്പോഴും അവർക്കൊന്നും കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാനേ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു രേണുസുതിയാണ് നമുക്ക് കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാവടി അവർ വെറുതെ വിടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ രേണുസുതി നമ്മൾ ആഗ്രഹിക്കുന്ന രേണുസുതിയായിട്ട് മാറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും ബിഗ് ബോസ് പോലുള്ള ഒരു പരിപാടിക്ക് രേണുസുതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ് തന്നെയാണ്. ഏതായാലും നടക്കട്ടെ, അവരും രക്ഷപ്പെടട്ടെ, അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും വരും ദിവസങ്ങളിൽ രേണുസുതി തൻ്റെ യഥാർത്ഥ സ്വരൂപം കാണിക്കുമോ? യഥാർത്ഥ അല്ലടി, ഇതാണ് യഥാർത്ഥം. അവർ ഫേക്കായിട്ടുള്ള തൻ്റെ രീതികൾ കാണിക്കുമോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.